ഹലോ പ്രിയമുള്ളവരെ, വെൽനസ് വയനാടിൻ്റെ ഒരു പുതിയ വീഡിയോവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വൃക്ഷ ആയുർവേദമായി ബന്ധപ്പെട്ട് ലോകത്തിൽ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ ആദ്യകാലം മുതലേ തന്നെ ഈ വൃക്ഷ ആയുർവേദം ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയുടെ ഇപ്പം യഥാർത്ഥമായ കൃഷിയിലെ അമിതമായ രാസവള കീടനാശിനി പ്രയോഗം കൊണ്ട് മനുഷ്യന് രോഗങ്ങളും ഭൂമിയുടെ ലവണങ്ങളും ബാക്ടീരിയയും നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ ഇതിനെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മാരകമായ പല രോഗങ്ങളും നമ്മളെ ആക്രമിക്കുന്നത്. അത് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ നേരിടുക അല്ലേ. ഭക്ഷണത്തിൽ അമിതമായ മായം കലർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ എങ്ങനെയൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും ഭക്ഷണത്തിൽ മായം ചേർക്കുന്ന ആ ഒരു സാഹചര്യമാണ് നമ്മൾ കാണാൻ പറ്റുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ മാങ്ങാപ്പഴം, ഇനിയിപ്പം മാമ്പഴം ഇഷ്ടം പോലെ വരാൻ പോകണം. നല്ല പഴുത്ത മാങ്ങയല്ല നമ്മൾ കാണുക, മഞ്ഞ മാങ്ങകളാണ് കാണുന്നത്. ഈ മഞ്ഞ മാങ്ങയിൽ എന്താ ഉണ്ടാവുക? അതിനകത്ത് കാർബൺ പോലത്തെ ചില പൊടിപടലങ്ങളിട്ട് അതിനെ പഴുപ്പിച്ചെടുക്കാം. അപ്പോൾ അത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് പലതരത്തിലുള്ള കെമിക്കൽ ചേർക്കുക. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ കൂടുതലായിട്ട് ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഇറച്ചി, മാംസങ്ങളിനകത്ത് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, കീടനാശിനികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വാഴ വെക്കുമ്പം തന്നെ അതിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ, ഹോർമോണുകൾ, നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഹോർമോണുകളൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയാണ്. നമ്മൾ കൂടുതൽ രോഗികളായി തീരുകയാണ്. ഞാനിത് പറയുന്നത് നിങ്ങളിത് കേൾക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. വൃക്ഷ ആയുർവേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 10-11 ഉൽപ്പന്നങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു മാനവരാശിയെ തന്നെ രക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ, കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾ എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അടുത്ത വീഡിയോകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ ആ ഓരോ ഉൽപ്പന്നത്തെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നമുക്ക് വർദ്ധിപ്പിക്കണം. ഇന്നിപ്പോൾ ആളുകൾ കൂടുതലും കൃഷി ചെയ്യുന്ന തരത്തിലേക്ക് എത്തുന്നില്ല. ചെറുപ്പക്കാരൊന്നും ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ല. പണ്ട് മുതലേ ചെയ്തു വരുന്ന കുറേ ആളുകൾ മാത്രമാണ് കുറച്ചൊക്കെ കൃഷി ചെയ്യുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾക്ക് തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി കഴിയും. ഒരു 10 സെൻറ്റോ 15 സെൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൃഷി ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഇല്ലേ. തക്കാളി, പയർ, വെണ്ടക്ക, ചേന, ചേമ്പ്, കാച്ചിൽ, ഇങ്ങനെ കപ്പ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ നല്ല വാഴക്കൊല നമുക്കറിയാലോ. നല്ല വാഴക്കായ്, അതായത് നേന്ത്രക്കായ് ഒറിജിനൽ ആണെങ്കിൽ നമ്മൾ കഴിക്കുമ്പം തന്നെ നമുക്കൊരു സുഖം ഉണ്ടാവും അല്ലേ. അതിൻ്റെ ആ ഒരു സ്വാദ് ഇല്ലേ നമ്മുടെ വായിൽ നിന്ന് ഒരിക്കലും പോകില്ല. അതിൻ്റെ ആ സ്മെല്ല് നമ്മുടെ വായിൽ നിന്ന് ഒരിക്കലും പോകില്ല. അത് മാത്രമല്ല, ഇത് ആരോഗ്യത്തിന് എത്രയോ നല്ലതാണ്. ആരോഗ്യത്തിന് നല്ല വാഴക, ഒരു ദിവസം ഒരു നേന്ത്രക്കായ് കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. നല്ല എനർജി കിട്ടും. എപ്പോഴും നല്ല ഊർജ്ജസ്വലനായി ഇരിക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ഇത് നമുക്ക് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചെറിയൊരു കാര്യമാണ്. ഞാൻ പരിചയപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങൾ, അതായത് അഗ്രികൾച്ചർ, കൃഷി മേഖലയിൽ ഉപയോഗിക്കേണ്ട 10ഓളം ഉൽപ്പന്നങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതൊന്ന് കേട്ടു നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യുക? വീണ്ടും വാങ്ങിക്കാം. അത് നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാം. ഇത് മാത്രമല്ല കേട്ടോ, ഇതിനെക്കൊണ്ട് വേറെയും കുറേ കാര്യമുണ്ട്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക വഴി അദ്ദേഹത്തിന് പലതരത്തിലുള്ള വരുമാനവും കിട്ടും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങളിൽ നിന്ന്
കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും. അതായത് ഇപ്പം ഒരു 4 കിലോ ഉള്ള ഒരു വാഴക്കൊലയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഇതുപയോഗിക്കുക വഴി ഏകദേശം ഒരു 5 കിലോ കൂടുതൽ കിട്ടും, 10 കിലോ കിട്ടും. അതായത് ഒരു കപ്പയുടെ ചോട്ടിൽ ഒരു മരച്ചീനി നമുക്ക് 4 കിലോ മരച്ചീനിയാണ് കിട്ടുന്നത്, അല്ലെ 5 കിലോ ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി കിട്ടും. അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തക്കാളി, വെണ്ട, പയർ ഇതൊക്കെ കേടുകൂടാതെ നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായൊരു കാര്യമാണ്. ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുവഴി ഒരു നെറ്റ്വർക്ക് ശൃംഖല വഴി നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഇത് പരിചയപ്പെടുത്തുന്ന ആളുകൾക്കും വരുമാനം കൂടെ കിട്ടുന്ന ഒരു രീതിയാണ്. അതാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രമാത്രം വില നിലവാരം കുറഞ്ഞാലും അവൻ്റെ കൃഷി നശിച്ചാലും ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുക വഴി അവന് ലക്ഷക്കണക്കിന് രൂപ അവന് വരുമാനമായി നേടിയെടുക്കാനുള്ള ഒരു പദ്ധതിയും കൂടെ ഞാൻ ഇതിനകത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട കർഷകർക്കും നമ്മുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കൊച്ചു ഇനിയിപ്പം മഴക്കാലം വരാൻ പോവുകയാണല്ലേ, ആ മഴക്കാലത്തേക്ക് നമുക്കിതൊന്ന് തയ്യാറാകാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ, വൃക്ഷ ആയുർവേദത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ബന്ധപ്പെടാം. നമുക്ക് ഒന്നായിട്ട് വിജയിക്കാൻ വേണ്ടി കഴിയട്ടെ. എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ടാവണം, അതാണ് നമ്മുടെ ലക്ഷ്യം. നല്ല ആരോഗ്യത്തെക്കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കണം. എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കണം, സന്തോഷവാനായിരിക്കുക, ഹാപ്പി ആയിരിക്കുക, മറ്റുള്ളവർക്കും സന്തോഷം പകർന്നു കൊടുക്കുക. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ നമ്മൾക്ക് വൃക്ഷ ആയുർവേദം നമ്മളെ സഹായിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.